വീണ്ടും ഒരു മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ വാദങ്ങളും വിവാദങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷങ്ങൾ ദർശനം കിട്ടാതെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ലക്ഷങ്ങൾ ദർശനം കിട്ടാതെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാകുന്നു. അങ്ങനെ നിരവധി വിവാദങ്ങൾ, സംരക്ഷിക്കേണ്ടവർ തന്നെ അത് കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള വനവാസികൾ നിസ്സഹായരായി, അസംഘടിതരായതുകൊണ്ട് നിസ്സഹായരായി ഇതിനെല്ലാം മൂകസാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഒരു വനവാസി വിഭാഗത്തിലെ ഒരു പ്രബല വിഭാഗമായിട്ടുള്ള മലയര മഹാസഭയുടെ ഒരു സംസ്ഥാന ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങ് ഒരു ചരിത്ര അധ്യാപകൻ കൂടിയാണ്. മലയര സമൂഹത്തിൻ്റെ ചരിത്രത്തിലാണ് അങ്ങ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വനവാസികളും ഈ ശബരിമലയായിട്ടുള്ള ഒരു ബന്ധം, അതിൻ്റെ ഒരു ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അങ്ങയിൽ നിന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശബരിമല എന്ന് പറയുന്ന ഒരു കാനന ക്ഷേത്രമാണ്. അതിൻ്റെ പഴക്കം നിർണ്ണയിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. മറ്റൊന്ന്, ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും തീർത്ഥാടകർ എത്തിച്ചേരുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നതിന് മുമ്പ് ശബരിമലയിലെ ആരാധനാലയം ആര് സ്ഥാപിച്ചു, അതിൻ്റെ തുടക്കമാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് മലയരയ സമുദായത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്കവിടെ കാണാൻ പറ്റുന്നത്. മലയരയ സമുദായം ഈ മലകളിലെല്ലാം അധിവസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. 1867 തന്നെ മിഷണറി ഡോക്യുമെൻറ്റുകളിൽ പ്രകാരം മലയരയന്മാർ ഈ മലകളിലെല്ലാം അധിവസിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഏതാണ്ട് ഇന്ത്യയിൽ മലയരയ സമുദായം ഏതാണ്ട് 8000 വർഷത്തിലധികമായി താമസിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലകളിൽ ഈ വനത്തിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളായിരിക്കും ഒരു ആരാധനാലയം അവിടെ സ്ഥാപിക്കുക, അവരുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ പിൽക്കാലത്ത് നിരവധിയായ സംസ്കാരങ്ങൾ അവിടേക്ക് വരികയും അവയെല്ലാം ശബരിമലയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നുള്ളതാണ്. മലയരയ സമുദായത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിലേക്ക്, ആരാധനാലയത്തിലേക്ക് വന്നെത്തിയ നിരവധിയായ സംസ്കാരങ്ങൾ അവിടെ അത് സാംശീകരിക്കുകയും അതിലേക്ക് ഉൾച്ചേരുകയും അതിൻ്റെ ഭാഗമാകുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ശബരിമല എന്ന് പറയുന്ന വലിയൊരു മഹാക്ഷേത്രം രൂപപ്പെട്ടു വരുന്നത്. അവിടെ വനവാസികളുടെ ഒരു ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അവരുടെ സംസ്കാരങ്ങളുണ്ട്, അവരുടെ ചരിത്രമുണ്ട്. എന്നാൽ പിൽക്കാലത്ത് അത് പന്തളം കൊട്ടാരത്തിൻ്റെ കീഴിലേക്ക് വരികയും പിന്നീട് അത് തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ കീഴിലേക്ക് വരും. അപ്പോഴെല്ലാം ഈ ഗോത്ര പാരമ്പര്യത്തിന് ഒരു കോട്ടവും വരുന്നില്ല, ഗോത്ര ആചാരങ്ങൾക്കൊരു പ്രശ്നവും വരുന്നില്ല. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് 1950-കളിൽ ദേവസ്വം ബോർഡിലേക്ക് ക്ഷേത്രം എത്തുമ്പോഴാണ് തിരുവിതാംകൂറിലെ മഹാരാജാവ് 1925 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ശബരിമല വന്നതായിട്ട് പറയുന്നത്. അതിനു മുമ്പ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരാരും തന്നെ ശബരിമല വന്നതായിട്ട് പറയുന്നില്ല. അതായത് ശരിക്കും പന്തളം സറണ്ടർ ചെയ്തതിന് ശേഷമാണ് തിരുവിതാംകൂറിൻ്റെ കീഴിലേക്ക് ക്ഷേത്രം വരുന്നത്. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജ കുടുംബത്തിൻ്റെ കീഴിലേക്ക് ക്ഷേത്രം വരുന്നത്, തിരുവിതാംകൂറിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്നത്. അപ്പോഴാണ് രാജാവ് അവിടേക്ക് എത്തുന്നതും അവിടെ സ്ഥിരമായിട്ട് പിന്നീട് വരികയും ഒക്കെ അവിടുത്തെ ആചാരങ്ങളും വലിയ ക്ഷേത്രം പണിത് പൂർത്തിയാക്കുന്നതൊക്കെ അപ്പോഴാണ്, ആ സമയത്താണ്. അതുകൊണ്ട് അപ്പോഴും ഗോത്ര പാരമ്പര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും വന്നതായിട്ട് അറിവില്ല. ഗോത്ര പാരമ്പര്യം ശരിക്കും 1950 വരെയും മലയരയ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഇതൊരു ജനവാസ മേഖലയായിരുന്നു. മല ഉള്ളാടന്മാരും ഒക്കെ അവിടെ വസിച്ചിരുന്നു. ആ മേഖല എന്ന് പറയുന്നത് ഒരു വനമേഖലയാണ്, വളരെ നിബിഡമായ വനമേഖല. ഈ മലകളിൽ അധിവസിച്ചിരുന്നവരെല്ലാം തന്നെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഊരാളി, ഉള്ളാടൻ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ട. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഈ ആരാധനാലയവുമായിട്ട് ബന്ധമുണ്ട്. അത് ശരിയാണ്, അങ്ങനെയാണ് ആ മലകളിലെല്ലാം വസിക്കുന്ന ആളുകൾ. എന്നാൽ പ്രബലമായ മലയരയ സമുദായമാണ് അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. എണ്ണത്തിൽ കൂടുതലാണ് മലയരയ സമുദായത്തിനാണ് നിയന്ത്രണവും അധികാരവും ഉള്ളതെന്ന് പറയാം. ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ആ സമയത്തുള്ളത്. പിന്നീട് അത് അവിടെ നിന്ന് മാറുകയും രാജകുടുംബത്തിലേക്ക് എത്തുകയും അപ്പോഴൊന്നും ഈ അവകാശങ്ങൾക്കോ അധികാരങ്ങൾക്കൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. എന്നാൽ ക്ഷേത്രം ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ ഈ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോവുകയാണ്. പൊന്നമ്പലമേട്ടിലെ മകരദീപം തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ മലയരയ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. പൊന്നമ്പലമേട്ടില് KSEBക്കാരാണ് കത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ ഇതുണ്ട്. അതിനു മുമ്പ് മലയരയന്മാരാണ് ശരിക്കും അവിടെ പൊന്നമ്പലമേട്ടിൽ
ദീപം തെളിച്ചിരുന്നത് മകരസംക്രമ പൂജയുടെ സമയത്ത്. അപ്പോൾ മകരസംക്രമത്തിന് മനുഷ്യർ തന്നെയാണ് അവിടെ ദീപം തെളിയിച്ചത്. അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്, ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഒക്കെ ഭാഗമാണ്. അത് മലയരന്മാരുടെ ഒരു അനുഷ്ഠാനമാണ്, ആചാരമാണ്. അത് ചെയ്തുകൊണ്ടിരുന്നത് മലയരന്മാർ തന്നെയാണ്. അവരെ അവിടുന്ന് പുറത്താക്കിയതിനു ശേഷമാണ് KSEB ഏറ്റെടുത്തത്. KSEB അല്ല, ദേവസ്വം ബോർഡിന്റെ മെഷീനറി ഉപയോഗിച്ച് അവിടെ ദീപം തെളിയിക്കുന്നത് പിന്നീടാണ്. അതുവരെയും അവിടെ മലയര സമുദായത്തിൽപ്പെട്ടവർ അധിവസിച്ചിരുന്ന മേഖലയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ അവിടെ കാണാൻ പറ്റും. ആ മേഖലകളിലൊക്കെ ജനവാസ മേഖല ആയിരുന്നു എന്നുള്ള ഒരുപാട് അടയാളങ്ങൾ. സാർ അവിടെ പോയിട്ടുണ്ടോ? ഞാൻ 2007 അന്ന് അവിടെ പോയിട്ടുള്ളത്. ആ സമയത്തൊക്കെ അവിടെ പോകാമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലിയും ആളുകളൊക്കെ പോയിട്ടുണ്ട്. അത് വലിയ വിവാദമാകുകയും അന്നൊക്കെ പോകാമായിരുന്നു. പിന്നീടാണ് അത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് അത്രമാത്രം പുരാതനമായ ഒരു കാനന ക്ഷേത്രമാണ്. അപ്പോൾ വീണ്ടും ആ മകരജ്യോതി തെളിയിക്കാനുള്ള അവകാശം മലയരന്മാർക്ക് വേണമെന്ന് മലയര മഹാസഭ മലയര സമുദായം ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ 70 വർഷത്തിലധികമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഗോത്ര പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് ആ ശബരിമലയുടെ ആചാര പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. കാരണം ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ വെച്ച് ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർത്തിയാകുന്നത് മലയരന്മാരുൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ആചാരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ആ ചടങ്ങുകൾ ബാക്കി നിൽക്കുകയാണ്, വീണ്ടും പൂർത്തിയാക്കാതെ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഏതൊക്കെ വിഭാഗങ്ങളാണ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വനവാസികൾ? ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധമുള്ള വനവാസി എന്ന് പറയുന്നത് മലയര സമുദായം തന്നെയാണ്. പിന്നീട് ആ മേഖലകളിൽ അധിവസിച്ചിരുന്ന ഉള്ളാടൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഊരാളി സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനമേഖലയിലുള്ള ക്ഷേത്രം എന്ന നിലയ്ക്ക് ഈ സമൂഹങ്ങളെല്ലാം തന്നെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഈ വനവാസികളുടെ ഈ ശബരിമലയ്ക്ക് ചുറ്റുവട്ടത്ത് ഉള്ള? ഇപ്പോൾ മലയര സമുദായത്തിന്റെ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ചുറ്റുവട്ടത്ത് എന്ന് പറയുന്നത് കരിമല കോട്ട മലയര സമുദായത്തിൽപ്പെട്ട അരുവിക്കൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ അരുവിക്കൽ കാർണവർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു 50 വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ശബരിമലയിൽ നിന്ന് എത്ര ദൂരമുണ്ട്? ഒരു പമ്പയ്ക്ക് തൊട്ടു മുകളിലുള്ള കരിമല കോട്ട. ശബരിമലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത്. കരിമല ആയിരുന്നു മലയര സമുദായത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ശരിക്കും കരിമലയിൽ ഭരണം നടത്തുന്ന സമയത്ത് മലയരന്മാരുടെ മുഴുവൻ 18 മലകളെയും നിയന്ത്രിച്ചിരുന്നത് കരിമല കോട്ടയിലിരുന്ന് കരിമല അരയനായിരുന്നു. കരിമല അരയൻ്റെ കാലഘട്ടത്തിലാണ് അവിടുത്തെ ചതുരക്കിണർ നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ നിർമ്മിച്ചത് ആ കാലഘട്ടത്തിലാണ് അതിന് നിർമ്മാണം നടന്നിട്ടുള്ളത്. അവിടുത്തെ ഒരു ചതുരക്കിണർ വളരെ പുരാതനമായ ഒരു നിർമ്മിതിയാണ്. ധാരാളം പെരത്തറകൾ ആ പ്രദേശത്ത്. വലിയൊരു ജനവാസ മേഖലയുടെ എല്ലാ അടയാളങ്ങളും ഇന്നും നമുക്ക് കരിമലയിൽ കാണാൻ പറ്റും. പിന്നെ അഴുത, പിന്നെ അരയക്കുടി, അങ്ങനെ ചുറ്റുവട്ടത്തുള്ള മറ്റു ക്ഷേത്രങ്ങൾ ധാരാളം അമ്പലങ്ങളുണ്ട്. ധാരാളം അമ്പലങ്ങൾ എന്ന് പറയുന്ന ഈ കരിമലയ്ക്കും മുക്കുഴിക്കും ഇടയിൽ ഇടതുവശത്തായിട്ട് എണ്ണക്കാവള്ളി മഹാക്ഷേത്രമുണ്ട്. അതിപുരാതനമായ കരിങ്കൽ നിർമ്മിതിയാണത്. അത് ഇപ്പോഴും മലയര സമുദായം തന്നെയാണ് അവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത്. മാസത്തിലൊരിക്കൽ 1-ാം തീയതി അവിടെ പോയി വനം വകുപ്പിൻ്റെ ആളുകളോടൊപ്പം പോയി മലയരന്മാർ തന്നെയാണ് അവിടെ ഇപ്പോഴും പൂജകളെല്ലാം ചെയ്തു വരുന്നത്. തൊട്ട് താഴേക്ക് വരുമ്പോൾ മുക്കുഴി ദേവീക്ഷേത്രമുണ്ട്. മുക്കുഴി എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന അരയക്കുടി എന്ന് പറയുന്ന അരയന്മാരുടെ ഒരു വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. പക്ഷേ ഈ ക്ഷേത്രം മലയരന്മാർ തന്നെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഇഞ്ചിപ്പാറ മലയുണ്ട്, ഇഞ്ചിപ്പാറ കോട്ടയുണ്ട്. നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരുവാഭരണം പന്തളത്ത് നിന്ന് വരുന്ന സമയത്ത് തിരുവാഭരണത്തിൻ്റെ കൂടെ 2 കൊടിക്കൂറകളുണ്ട്. ഇടതും വലതുമായിട്ട് 2 കൊടിക്കൂറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട് ആ ആചാരം. അപ്പോൾ അത് ആ കൊടിക്കൂറകൾ ഒന്ന് ഇഞ്ചിപ്പാറ കോട്ടയാണ്. മലയരയൻ കോട്ടയായിട്ടുള്ള ഇഞ്ചിപ്പാറ കോട്ടയെയും മറ്റൊന്ന് മലയരയൻ കോട്ടയായിട്ടുള്ള തലപ്പാറ മല കോട്ടയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നുണ്ട്, ആ ആചാരം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ മലയരക്ക് അതിനകത്ത് പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നഷ്ടപ്പെട്ടത്? അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരവോടുകൂടിയാണ് വനവാസികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം അതിന് സാമ്പത്തികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പല മാനങ്ങളുണ്ടാവാം. ആചാരപരമായിട്ട് മലയരന്മാർക്ക് 1950 വരെയും 1949 വരെയും അവിടെ രാജഭരണത്തിൻ്റെ സമയത്തും തിരുവിതാംകൂറിൻ്റെ കാലത്തും പന്തളത്തിൻ്റെ കാലത്തും ഒന്നും ഈ ആചാരങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല, കോട്ടങ്ങൾ വരുന്നില്ല. ഉള്ളാട മഹാസഭയുടെ ഒരു കുടുംബത്തിൽ ഈ തിരുവാഭരണം ഇറക്കി വെക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മുക്കുഴി നമ്മുടെ നിലയ്ക്കൽ ഇപ്പുറത്ത് അട്ടത്തോട്ടിൽ അത് വന്ന് തിരുവാഭരണം അവിടെ
പൂജയ്ക്ക് വേണ്ടിയിട്ട് വിശ്രമിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ആരാണത് അത് ആര്യന്മാരുടെ തന്നെ ഒരു തറയുണ്ട്. ഉള്ളാടന്മാരെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയാണ്, ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അത് അപ്പോൾ വനവാസികളെയും ഇതുപോലെ പിന്നാക്കക്കാരെയൊക്കെ അവരുടെ ആചാരങ്ങളിൽ നിന്ന് ജനകീയ ഗവൺമെന്റ് ഒഴിവാക്കിയിരിക്കുകയാണ്. ശരിക്കും വനവാസികളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെ അത് മാത്രമല്ല, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ പൂജകളും ആചാരങ്ങൾ പൂർത്തിയാകുന്നത് ഈ പറയുന്ന മലയരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ആചാരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് അവിടുത്തെ ഒരു പൂർണ്ണത വരുന്നത്. അല്ലെങ്കിൽ അത് അപൂർണമാണ്. അതിൻ്റെ ഒരു പൂർണ്ണമായ പുണ്യത്തിലേക്ക് അത് എത്തണമെങ്കിൽ ഈ പറയുന്ന മലയരന്മാരുടെ ആചാരങ്ങളും കൂടെ അവിടെ പ്രാവർത്തികമാക്കണം എന്നുള്ളത്. അത് ഒരു കഴിഞ്ഞ 50-70 വർഷമായിട്ട് മലയര സമുദായം ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നടപ്പിലാകുന്നില്ല എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അട്ടപ്പാടിയിലെ മല്ലീശ്വരം കോവിൽ, തിരുവനന്തപുരത്ത് അഗസ്ത്യമല, ശബരിമല, ഇങ്ങനെ ഈ 3 ക്ഷേത്രങ്ങളിലാണ് സ്ത്രീകൾക്ക്, ശബരിമലയിൽ പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് യുവതികൾക്ക് പ്രവേശനമില്ല. മറ്റു ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത്, പ്രത്യേക സമയത്ത് യുവതികൾക്ക് പ്രവേശനമില്ല. ഇത് 3ഉം വനവാസി ക്ഷേത്രങ്ങളിലാണ്. കേരളത്തിൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത 3 ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഈ വനവാസികളുടെയാണ്. അപ്പോൾ ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു വനവാസികളുടെ ആചാരമായിരുന്നു. ഇത് സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. പക്ഷേ ആ ഗവൺമെൻറ് തന്നെയാണ് ഈ വനവാസികൾക്ക് എതിരായിട്ട് നിന്നത്. അപ്പോൾ അസംഘടിതരായതുകൊണ്ടല്ലേ ഇങ്ങനെ ഇവരുടെ ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പരമ്പരാഗത വിശ്വാസത്തിനെതിരായിട്ട് ഗവൺമെൻറ് നിന്നത്? തീർച്ചയായിട്ടും ഈ ആചാര അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. കാരണം എല്ലാ സംസ്കാരങ്ങളും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും വനവാസി വിഭാഗങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ധാരാളം വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാംസ്കാരികമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആചാരമാണ് ഈ പറയുന്നത് പോലെയുള്ള ഈ ഒരു നിശ്ചിത പ്രായത്തിലുള്ള യുവതികൾക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളത്. അത് നമ്മൾ അതിനെ ഒരു സംസ്കാരമായിട്ട് കണ്ടാൽ മതി. അതിനൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മഹാക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമായിട്ട് കണ്ടാൽ മതി. അതുമായിട്ട് കൂട്ടിച്ചേർത്ത് കണ്ടാൽ മതി. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത എല്ലാ സമയത്തും സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ കോടതി വിധിയും അത് നടപ്പിലാക്കാനും ഗവൺമെൻറ് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ശ്രമിച്ചപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് ഈ വനവാസികളുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ ഒന്നടങ്കം മുന്നിട്ടിറങ്ങി, ക്ഷേത്രവിശ്വാസികൾ. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ വലിയ പിന്തുണ എല്ലാ സമയത്തും ഉണ്ട്. ആ വിശ്വാസികളായിട്ടുള്ള ആളുകളും അല്ലാത്തവരും എല്ലാ ജനങ്ങളും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആർക്കും വരാം, ആർക്കും ആരാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു വലിയൊരു ക്ഷേത്രം എന്ന നിലയ്ക്ക് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഭക്തരായിട്ടുള്ളവർ, തീർത്ഥാടകരായിട്ടുള്ളവർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത ജനാധിപത്യ ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും എല്ലാം ഉള്ളതാണ്. വനവാസികളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ എല്ലാ ജാതി മതഭേദമന്യേ ഒന്നിച്ച് ഇറങ്ങി അത് സംരക്ഷിക്കപ്പെടുകയുണ്ടായി. അതെ അതെ. പക്ഷെ അത് വനവാസികളുടെ ആചാരമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. വനവാസികളുടെ ആചാരങ്ങൾ അവിടെ നിലവിൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അത് അവരവിടെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കുന്നത് മലയര സമുദായത്തിൻ്റെ ആചാരമാണ്. അത് ശബരിമലയിലെ മൂലസ്ഥാനമാണ്. അപ്പോൾ അവിടുത്തെ ആചാരം നമുക്ക് നഷ്ടപ്പെട്ടു. അത് പകരം അതൊരു ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. തേനാഭിഷേകം പോലെയുള്ള കാര്യങ്ങൾ നിർത്തലാക്കി. പഞ്ചലങ്കാര പൂജയുണ്ടായിരുന്നു, അത് നിർത്തലാക്കി. അങ്ങനെ സമഗ്ര എല്ലാ മേഖലകളിൽ നിന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ സാംസ്കാരിക കാര്യങ്ങളിൽ നിന്നും വനവാസി സമൂഹങ്ങളെ പാടെ ഒഴിവാക്കി എന്നുള്ളതാണ്. അവർക്ക് യാതൊരുവിധ അധികാരവും ഇല്ലാത്ത തരത്തിലേക്ക് അവരെ ഒഴിവാക്കി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോഴും ഈ നമ്മൾ ശബരിമലയിലെ എരുമയിൽ നിന്ന് കാനനപാതയിൽ കൂടെ പോകുമ്പോൾ കാണുന്ന മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം ഇന്നും മലയര മഹാസഭയുടെ മലയര സമുദായത്തിന്റെ. അതിൽ പ്രധാനപ്പെട്ട 1-2 ക്ഷേത്രങ്ങളെ കുറിച്ച്. അത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് എരുമേലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുമുന്നിക്കരയിൽ ക്ഷേത്രമുണ്ട്. ഇരുമുന്നിക്കര, അതിനുശേഷം കോയിക്കക്കാവ് ആണ് നമ്മൾ കാനനപാത ആരംഭിക്കുന്നത്. വനത്തിലേക്ക് കടക്കുന്നത് കോയിക്കക്കാവിൽ നിന്നാണ്. അപ്പോൾ അവിടെ എല്ലാ വർഷവും തന്നെ മലയര സമുദായം കാനനപാത പൂജ നടത്തുന്നുണ്ട്. അത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ്. ഇന്നും അവിടുത്തെ ക്ഷേത്രം കൈവശം വെച്ചിരിക്കുന്ന മലയര സമുദായത്തിന് അതിന് ആ പാതയിലൂടെ കടന്നു വരുമ്പോൾ ആദ്യം കാണുന്നതാണ് കാളകെട്ടി കോട്ട എന്ന് പറയുന്ന മലയര സമുദായത്തിൻ്റെ കോട്ടയാണ്. ഇപ്പോഴും അവിടെ മലയര സമുദായം തന്നെയാണ് ഭരണം നടത്തുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു.
അത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ വന്ന് താമസിക്കുന്ന ഒരു താവളമാണ് കാളകെട്ടി കോട്ട. കാളകെട്ടി എന്നല്ലേ കാളകെട്ടിൽ നിന്നിട്ടില്ലേ ശിവനും പാർവതിയൊക്കെ ഈ ഇത് എന്നല്ല സങ്കല്പം? അതെ, അയ്യപ്പനെ പിന്തുടർന്ന് വന്ന ശിവപാർവതിമാര് അവിടെ വിശ്രമിച്ചെന്നും ആ വിശ്രമിച്ച സമയത്ത് കാളയെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആഞ്ഞിലിയിൽ കെട്ടിയെന്നും അതാണ് കാളകെട്ടി എന്ന പേര് എന്നാണ് ഐതിഹ്യം. വരാനുള്ള ഒരു ഐതിഹ്യം അതാണ് എന്നാണ്. അത് ഇന്നും മലയര മഹാസഭയുടെ കയ്യിൽ തന്നെ, മലയരന്മാരുടെ കയ്യിൽ തന്നെയാണുള്ളത്. മലയര സമുദായമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് അത് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 200-250 മീറ്റർ മുന്നോട്ട് വന്നാൽ അഴുത ശങ്കരനാരായണ ക്ഷേത്രമായി. അതും മലയര സമുദായത്തിൻ്റെ ക്ഷേത്രമാണ് ഇപ്പോഴും. അതും പുരാതന ക്ഷേത്രമാണ്. തൊട്ടടുത്ത് അഴുതയുണ്ട്. അഴുതയാറ് കഴിഞ്ഞ് കല്ലിടംകുന്ന് കഴിഞ്ഞ് തൊട്ട മുകളിലേക്ക് വരുമ്പോഴാണ് ഇഞ്ചിപ്പാറ കോട്ട വരുന്നത്. വലിയ കോട്ടയാണ്, ഇപ്പോഴും അവിടെയുണ്ട്. മലയര സമുദായം തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴാണ് മുക്കുഴി ദേവി ക്ഷേത്രം വരുന്നത്. ഈ കോട്ട എന്ന് പറയുമ്പോൾ എന്താണ്? കോട്ട എന്ന് പറയുന്നത് മലയര സമുദായത്തിൻ്റെ മലയര സമുദായത്തിന് ഒരു ക്ഷേത്ര സമൂഹമാണ് ഈ മലയരയന്മാരെന്ന് പറയുന്നത്. അവർ കേരളത്തിൽ തന്നെ ഏതാണ്ട് ഈ 120-ൽ പരം ക്ഷേത്രങ്ങൾ മലയര സമുദായം സ്ഥാപിച്ചിട്ടുണ്ട്. അവരൊരു പൂജാതി കാര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹമാണ് മലയര സമുദായം. അതുകൊണ്ട് തന്നെ 100-ൽ പരം ക്ഷേത്രങ്ങൾ മലയരന്മാർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥാപിച്ചിടത്തെല്ലാം തന്നെ ഈ കാനന മേഖലയിൽ അല്ലെങ്കിൽ ഈ വനവുമായി അടുത്ത് നിൽക്കുന്ന മേഖലയിലെല്ലാം തന്നെ കോട്ട സ്ഥാപിച്ചിട്ടുണ്ട്. മലയരയൻ സെറ്റിൽമെന്റുകളാണ് അതെല്ലാം. ഈ ഇഞ്ചിപ്പാറയൊക്കെ വലിയ ജനവാസ മേഖലയാണ്, കൃഷിഭൂമിയായിരുന്നു അതെല്ലാം. ഈ കാളകെട്ടിയും അത് തന്നെ. കോട്ട എന്ന് പറയുന്നത് ആ ഒരു അധിവാസ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു കോട്ടയായിട്ടാണ് കണക്കാക്കുന്നത്. ശരിക്കും അത് നാളികേരം ഉടയ്ക്കുന്ന ഒരു കോട്ടയായിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഒരു കോട്ട, ഒരു ജനവാസ മേഖലയുടെ ഒരു രാജാധികാരത്തിൻ്റെയും കൂടി ഭാഗമാണ്. അധികാരമുള്ള ഒരു സമൂഹമായിരുന്നു എല്ലാ കാലത്തും മലയര സമുദായം എന്ന് പറയുന്നത്. ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്ഷേത്ര സമൂഹമായിട്ടൊരു ടെമ്പിൾ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ നിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം മലയര സമൂഹത്തിൻ്റെ ആയതുകൊണ്ട് ശബരിമലയും അങ്ങനെയാണെന്ന് നമുക്ക് കരുതാവുന്നതാണ്. ആയിരുന്നു. ശബരിമല പൂർണ്ണമായിട്ടും മലയര സമുദായത്തിന്റെ കീഴിൽ തന്നെ ആയിരുന്നു. മലയര അതാ പറഞ്ഞ ആരാധനാലയം എന്ന് പറയുന്നത്. ശബരിമല എന്ന് പറയുന്ന ആരാധനാലയത്തിന്റെ സ്ഥാപകര് മലയര സമുദായത്തിൽ അവിടെ ഒരു ആചാരം ആരംഭിക്കുന്നത്. പിൽക്കാലത്ത് രാജാധികാരത്തിന്റെ കാലഘട്ടത്തിലെല്ലാം തന്നെ വലിയ തോതിലുള്ള സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ അതിനുണ്ടാകുന്നുണ്ട്. അവിടേക്ക് എത്തുന്നവരെല്ലാം തന്നെ അതിന്റെ ഭാഗമായി മാറുന്നു, അതുമായി ചേർന്ന് നിൽക്കുന്നു. അപ്പോഴൊന്നും ഈ സംസ്കാരത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. ഒരു സംസ്കാരവും ഒന്നിനെ കളഞ്ഞിട്ടല്ല, ഒന്നിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല വന്ന് നിൽക്കുന്നത്. അത് തിരുവിതാംകൂറിന്റെ കാലത്ത് കൊട്ടാരത്തിന്റെ കീഴിൽ വരുമ്പോഴും പന്തളം കൊട്ടാരത്തിന്റെ കീഴിൽ വരുമ്പോഴും ഒന്നും ആ പ്രശ്നം വരുന്നില്ല. എന്നാൽ ജനാധിപത്യ സമയത്താണ് ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റം. അല്ല, പൂജകൾ പഠിച്ച ആളുകൾ ഈ സമൂഹത്തിലുണ്ടായിരുന്നു. പൂജകൾ പഠിച്ച മലയര സമുദായത്തിലെ ഒരുപാട് തന്ത്രിമാരും പൂജാരികളുമുണ്ട്. മലയരന്മാരുടെ അനുഷ്ഠാന കലകൾ നോക്കിയാൽ അറിയാം. പൈവറുകളി പോലെയുള്ള അത് ശരിക്കും രാമായണ മഹാഭാരത കഥകളാണ്, ഇതിഹാസ പുരാണ കഥകളാണ് അതിനകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഇതിഹാസ വേദ പുരാണങ്ങളുമായിട്ട് വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന ആളുകളായിരുന്നുവെന്നും അവർ പൂജാതി കാര്യങ്ങൾ പഠിച്ചിരുന്നുവെന്നും താന്ത്രിക വിദ്യകൾ വശമുണ്ടായിരുന്നെന്നും മിഷണറിമാർ തന്നെ പറയുന്നുണ്ട്. ഇവർ താന്ത്രിക വിദ്യകൾ പലതും പഠിച്ചിരുന്നു. ഇപ്പോൾ കടമറ്റത്ത് കത്തനാരുടെ കാര്യം പോലും പറയുമ്പം അവരെ പറയുന്നുണ്ട്, അവർ മാന്ത്രിക വിദ്യ പഠിച്ചിരുന്നത് മലയര സമുദായത്തിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ അത്ര ഒരു താന്ത്രിക സമൂഹമാണ്, വലിയൊരു പാരമ്പര്യത്തിന് അവകാശികളായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്കും ആ പാരമ്പര്യം ധാരാളമുണ്ട്. പക്ഷെ സാർ പറഞ്ഞ പോലെ ശബരിമല ഇങ്ങനെ മലയരയന്മാരും മറ്റ് ഇതര വനവാസി വിഭാഗങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആണ് അവിടെ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നത്. എല്ലാവർക്കും ചേരാൻ പറ്റുന്ന, അതാണ് ഇപ്പോഴും അങ്ങനെയാണല്ലോ. ശബരിമല എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്തുന്ന ഒരു ഇടമല്ലല്ലോ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഇടമാണല്ലോ. അത് അന്നും അങ്ങനെയായിരുന്നു. ഒന്നത് ഒരു ട്രേഡ് റൂട്ടാണ് ഈ ശബരിമല. എരുമേലി പേട്ട എന്ന് പറയുന്നത് കച്ചവട കേന്ദ്രമാണല്ലോ. എരുമേലിപ്പേട്ട മുതൽ ഇങ്ങനെ പോയി ഇരുമുന്നിക്കര, കോയിക്കക്കാവ്, കാളകെട്ടി, അഴുത, ഇഞ്ചിപ്പാറ, മുക്കുഴി, പുതുശ്ശേരി പുതിയ ശേരി എന്നുള്ള നിലയ്ക്ക് പുതുശ്ശേരി, കരിമല, പമ്പ, അങ്ങനെ അങ്ങ് പോകുന്ന, വണ്ടിപ്പെരിയാർ വഴി അങ്ങനെ പോകുന്ന, കുമളിയിലേക്ക് പോകുന്ന ഒരു വലിയ വ്യവസായ ഇടനാഴിയായിരുന്നു ഒരു കാലത്ത്. ശബരിമല ഒരു ജനവാസ കേന്ദ്രമായിരുന്നാണോ? അതെ, ജനവാസ കേന്ദ്രമായിരുന്നു. ശബരിമലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും ധാരാളം ജനങ്ങൾ അധിവസിച്ചിരുന്ന പ്രദേശമാണ് എന്നുള്ളത്. അരേക്കുടിയിൽ ഇപ്പോഴും ജനവാസമുണ്ട്. അരേക്കുടി, കാളകെട്ടി എല്ലാം തന്നെ, മുക്കുഴി, മൂഴിക്കൽ, ആനക്കല്ല്, ഇതെല്ലാം തന്നെ ഇപ്പോഴും ജനവാസ മേഖല തന്നെയാണ്. ഈ ശരിക്കും ഡീപ്പ് ഫോറസ്റ്റിനുള്ളിൽ മാത്രമേ, അവിടുന്ന് മാത്രമേ അവരെ പുറത്താക്കിയിട്ടുള്ളൂ.
എന്നാലും 1950-കൾ വരെയൊക്കെ അവിടെ ആളുകൾ ജനവാസം നന്നായിട്ട് താമസിച്ചിരുന്നു, നല്ലപോലെ താമസിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ പാരമ്പര്യത്തിന് അവകാശികളായ ഈ സമൂഹം ഈ അസംഘടിതരായതുകൊണ്ട് എല്ലാത്തിൽ നിന്നും പിന്തള്ളപ്പെട്ട് ഇതിനെല്ലാം അവിടെ നടക്കുന്ന അഴിമതി അക്രമത്തിനുമൊക്കെ മൂകസാക്ഷികളായി വളരെ വേദനയോടുകൂടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യ യുഗത്തിൽ അല്ലെ ജനാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ വോട്ടിനാണ് പ്രാധാന്യം. അസംഘടിതരായ സമൂഹത്തിന് കരച്ചിൽ കേൾക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ എന്താണ് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ എന്താണ് ഈ വനവാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി? അത് ജനാധിപത്യം വരുമ്പോൾ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ ജനാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ കൂടുതൽ അവകാശങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങൾ, പ്രത്യേകിച്ച് ദുർബലരെ സംരക്ഷിക്കണം. അതിന് അവിടെ ദുർബലരും പ്രബലരും ഇല്ലല്ലോ. എല്ലാ സമൂഹങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ കാണേണ്ടതാണ് സർക്കാരിന്. പക്ഷേ അപ്പോൾ ചില ആളുകൾ വോട്ട് അല്ലെങ്കിൽ ആയി പറയുന്ന പോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സംഘടിതരല്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നത് ഒരു കാരണവശാലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ്. സാറ് ഗവേഷണം നടത്തുന്ന ഈ വിഷയത്തിലാണോ സാർ? ഞാൻ ഗവേഷണം ചെയ്യുന്നത് മലയാളി സമുദായത്തിൻ്റെ ട്രഡീഷനും കൺവേർഷൻ, മോഡേണിറ്റി, ആധുനികമായിട്ടുള്ള അവരുടെ മാറ്റങ്ങളൊക്കെ കുറിച്ചൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശബരിമല എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ശബരിമലയിലെ 18 മലകളാണ് എന്ന് പറയുന്നത്. ഇത് 18 മലകളും മലയരയന്മാർ അധിവസിച്ചിരുന്നു. 18 മലകളിലും അധിവസിച്ചിരുന്നു. ഇപ്പോഴും ധാരാളം മലകൾ അതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ല, ഇഞ്ചിപ്പാറ മല, കരിമലയിൽ ഇപ്പോൾ ആളില്ല എന്നുള്ളൂ. ഇഞ്ചിപ്പാറ, കാളകെട്ടി, ഈ അരയക്കുടി, മുക്കുഴി, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ധാരാളം മനുഷ്യർ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്നു. അതിനപ്പുറത്തേക്കും ഉണ്ട് ഒരുപാട് മലയാളി സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നു. ഇപ്പോൾ എല്ലാ സമൂഹങ്ങളും ഉണ്ട്. മലയാളിമാരുടെ ഇടയിൽ ആ പ്രദേശങ്ങളെല്ലാം തന്നെ സജീവമാണ് ഇപ്പോഴും. പിന്നെ ഈ പൊതുവിൽ വനവാസികൾ ഒരു ശൈവ പാരമ്പര്യം അല്ലെങ്കിൽ അവർ പിതൃക്കളെ, പൂർവികരെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മലകളോട് പ്രാർത്ഥിക്കുന്ന രീതികളാണ്. എന്താണ് സാർ പറഞ്ഞ ഈ വൈഷ്ണവ ആരാധനയും മലയരർക്കുണ്ടായിരുന്നു? അത് ഹെൻറി ബേക്കറുടെ പുസ്തകത്തിലാണ് അത് പറയുന്നത്. മലയര സമുദായത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് അത് അവരുടെ ആരാധന ദൈവങ്ങൾ, ദൈവസങ്കല്പങ്ങൾ ശിവനും ശ്രീകൃഷ്ണനും തുല്യമായിട്ടുള്ള ഡൈറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതേസമയം തന്നെ പറയുന്നുണ്ട് ഇവർ പൂർവികരെ ആരാധിക്കുന്നവരാണ്, പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്, മാന്ത്രിക താന്ത്രിക വിദ്യകൾ വശമുള്ള ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അത് ഒരു പക്ഷേ ഈ സമുദായത്തിൻ്റെ പൂർവ്വകാലത്തെ അവരുടെ പാരമ്പര്യം അനുസരിച്ചായിരിക്കും ആ ഒരു വരുന്നത്. ശൈവ പാരമ്പര്യമാണ്, അതേസമയം തന്നെ വൈഷ്ണവ പാരമ്പര്യവും മലയരയന്മാർക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ കാലഘട്ടത്തിലും അധികാരങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ ആരാധന ദൈവങ്ങളിലും സങ്കല്പങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ശൈവ പാരമ്പര്യവും അതേപോലെ തന്നെ വൈഷ്ണവ പാരമ്പര്യവും സമുദായത്തിന് വരുന്നത്, അല്ലെങ്കിൽ ഈ വിഭാഗത്തിന് വരുന്നത്. അയ്യപ്പൻ, ശാസ്താവ്, മണികണ്ഠൻ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ആരാധിക്കുന്നത്. അതേപോലെ തന്നെ വാഹനങ്ങളും കുതിര ഉണ്ട്, കടുവ. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊരു കൺഫ്യൂഷൻ വരില്ലേ? വ്യത്യസ്ത സങ്കല്പങ്ങളാണല്ലോ, വിശ്വാസവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സങ്കല്പങ്ങളാണ്. അയ്യപ്പൻ വാജിവാഹനനാണ്, വില്ലാളി വീരനായ വാജിവാഹനനാണെന്നാണ് മലയാള സമുദായത്തിൻ്റെ വിശ്വാസവും സങ്കല്പവും എല്ലാം തന്നെ അങ്ങനെയാണ്. വില്ലാളി വീരനാണ്, യുദ്ധവീരനാണ്, അല്ലെങ്കിൽ വീരാരാധനയും അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാജിവാഹനനാണ്. മറ്റുള്ളതെല്ലാം ശാസ്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശാസ്താവിൻ്റെ ചരിത്രവുമായി വല്ല ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് പുലിവാഹനമായി അങ്ങനെയൊക്കെ വരുന്നത്. വാസ്തവത്തിൽ അയ്യപ്പൻ വാജിവാഹനനാണ് എന്നാണ് ഈ മലയാള സമുദായത്തിൻ്റെ പൂർണ്ണമായ ഐതിഹ്യവും വിശ്വാസവും. ഏതായാലും ഈ വനവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സംഘടിത ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക. അത് ആ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്കുടെ ശബ്ദം ഉയർന്ന് കൊണ്ടേയിരിക്കുക. അത് സാറിൻ്റെ ഈ ചരിത്ര പഠനം, അതായത് പൊതുവിൽ ചരിത്രം പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ ഇതൊന്നും കാര്യമായിട്ട് ഇങ്ങനെ
മലേറിയ അല്ലെങ്കിൽ വനവാസികളെ ഗവനിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു ചരിത്രകാരൻ വരുമ്പോൾ അതുമാത്രം എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചരിത്ര നിർമ്മിതിക്ക് അല്ലെ ചരിത്ര രചിക്കാൻ പറ്റുള്ളൂ. അതിന് സാറിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം.